ാണ് മറയൂരിൽ നിന്നും മൗറീഷ്യസിൽ എത്തിച്ച് മുളപ്പിച്ചിരിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നതും ഒരു മറയൂരുകാരനാണ്. മറയൂർ പള്ളനാട് സ്വദേശി എൽ പ്രഭാകരൻ. മറയൂരിലെ ചന്ദനത്തിന് നിരവധി പ്രത്യേകതകളുണ്ട്. ഗുണത്തിലും മണത്തിലും മറയൂർ ചന്ദനത്തെ വെല്ലാൻ മറ്റൊന്നില്ല. ഈ പെരുമ കേട്ടറിഞ്ഞാണ് മൗറീഷ്യസിലെ സൗത്ത് ആഫ്രിക്കൻ കമ്പനിയായ ഓഷ്യൻ ആരോമാറ്റിക് ആൻഡ് എസൻഷ്യൽ ഓയിൽ ലിമിറ്റഡ് അധികൃതർ മറയൂരിലെത്തുന്നത്. മൗറീഷ്യസിലെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും മറയൂരിന് സമാനമാണെന്ന് കമ്പനി അധികൃതർ വിലയിരുത്തി. അങ്ങനെ അവർ കിലോയ്ക്ക് 2000 രൂപ നിരക്കിൽ 1000 കിലോ ചന്ദന വിത്തുകൾ വാങ്ങി. പിന്നെ കമ്പനിയുടെ മുന്നിലുള്ള വെല്ലുവിളി വിത്ത് പാകി മുളപ്പിക്കുക എന്നതായിരുന്നു. ഇതിന് വൈദഗ്ധ്യമുള്ള ഒരാളെ വേണമായിരുന്നു. മറയൂരിൽ വനംവകുപ്പിന് വേണ്ടി ചന്ദനം മുളപ്പിച്ച് പ്ലാന്റ് ചെയ്യുന്ന പള്ളനാട് സ്വദേശി പ്രഭാകരൻ അങ്ങനെയാണ് മൗറീഷ്യസിലെത്തുന്നത്. അതിൽ ഒരു കിലോ വിത്ത് എടുത്ത് നല്ലപോലെ മുളപ്പിച്ചു. അപ്പോൾ അത് നല്ല സക്സസ് ആയ കാരണം കൊണ്ട് ഇരിക്കുന്ന എല്ലാ വിത്തും കൂടെ ഞാൻ നഴ്സറി ആയിട്ട് എടുത്ത് കിളിപ്പിക്കാനുള്ള പ്ലാനൊക്കെ ചെയ്തു. ഇപ്പോൾ നല്ലപോലെ കിളുത്ത് വന്നിട്ടുണ്ട്. അത് മാത്രമല്ലാതെ ഇവിടെ കുറേ ഈ ക്ലൈമറ്റ് ഡിഫറൻറ്റും പിന്നെ ഇവിടെ കുറേ മണ്ണിൻ്റെ കുറേ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കടന്നാണ് ഇവിടെ ഈ വിത്ത് നല്ലപോലെ കിളിപ്പിച്ചെടുത്തു. 2 മാസത്തിനകം 1000 കിലോ ചന്ദന വിത്ത് നട്ടു കഴിഞ്ഞു. പാക്കറ്റുകളിലാണ് മണ്ണ് നിറച്ച് വിത്ത് നട്ടത്. ഇപ്പോൾ 8 ഇല വരെ തൈയിൽ വന്നു തുടങ്ങി. 8 മാസം കഴിയുമ്പോൾ തൈകൾ പറിച്ചു നടും. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.